ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിയാണെങ്കിൽ അച്യുതൻ്റെ മരണത്തിന് പിന്നിൽ രഹസ്യം അന്വേഷിച്ചിറങ്ങുകയാണ് കേട്ടോ. ആ ഒരു സമയത്തായിരിക്കും ഭൂമിക്ക് ആ ഒരു മൊബൈൽ ഫോൺ വീണ് കിട്ടുന്നത്. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് തന്നെ ആ ഒരു മൊബൈൽ ഫോൺ അച്യുതൻ്റെ ആ ഒരു ഫോൺ ലഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് കൂടി അങ്ങനെയൊക്കെ ആ ഫോണ് കുറേ ചവിട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഗ്ലാസ്സും ഒക്കെ ആയിട്ട് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫോൺ കുറേ ഡാമേജ് ആയിട്ടുണ്ട്. അങ്ങനെ ഫോൺ ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് പറ്റണില്ല കേട്ടോ. അപ്പോൾ തൻ്റെ അച്ഛൻ്റെ മൊബൈൽ ഫോൺ ആയതുകൊണ്ട് അത് തനിക്ക് ഇനി സൂക്ഷിച്ച് വയ്ക്കണമെന്ന് കരുതി നമ്മുടെ ഭൂമിയാണെങ്കിൽ ആ ഫോണ് നന്നാക്കാനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് റെഡിയായി കിട്ടുകയാണ്. അങ്ങനെ ആ ഫോൺ റെഡിയായി കിട്ടിയപ്പോഴായിരിക്കും അതിനകത്ത് ലാസ്റ്റായിട്ടുള്ള ആ ഒരു വീഡിയോസ് ഭൂമി ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോസിൽ വ്യക്തമായിട്ട് തന്നെ ഇവർ നാടകം റിഹേഴ്സൽ കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് കേട്ടോ. അങ്ങനെ അച്യുതനെ കൊലപ്പെടുത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇതൊരു വലിയ തെളിവായിട്ട് ഭൂമിക്ക് ലഭിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമി ഇത് നമ്മുടെ അജയിനെ കാണിക്കുകയും അങ്ങനെ ഇത് കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അജയ് അത് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ഇതേ സമയത്ത് ആ ഒരു ഫോട്ടോയിൽ കാണുന്ന ആളുടെ രൂപം വ്യക്തമല്ലാത്തത് കൊണ്ട് തന്നെ ആകെ കണ്ണ് മാത്രമേ കാണുകയുള്ളൂല്ലോ. അതുകൊണ്ട് തന്നെ ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ആ ഒരു ആളുടെ കണ്ണ് വെച്ചിട്ട് തന്നെ ഇത് കമാലാണെന്ന് മനസ്സിലാക്കുകയാണ് അജയും കൂട്ടരും. അങ്ങനെ പഴയ റെക്കോർഡ്സൊക്കെ തിരയുന്നുണ്ട്. അങ്ങനെ ആ റെക്കോർഡ്സിനകത്ത് നമ്മുടെ കമാലിൻ്റെ ഫോട്ടോസ് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വന്നതിന് ശേഷം അംബിക തന്നെയാണോ ഈ മർഡറിന് പിന്നിലുള്ളത് എന്നിങ്ങനെ എല്ലാവരും ചോദിക്കുമ്പോൾ അജയ് പറയുന്നുണ്ട്, അല്ല, അംബികയല്ല, ഞങ്ങൾ പ്രതിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു, ഇനി പിടികൂടിയാൽ മതി, ഒരു കമാൽ എന്ന് പറയുന്ന ഒരു ഗുണ്ടയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഭവാനി പേടിച്ച് പോവുകയാണ്. എങ്ങനെ ഈ സത്യങ്ങൾ മനസ്സിലാക്കിയെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഭവാനിയുടെ ഉള്ളിൽ നീങ്ങാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സത്യം ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ ഇത് തെളിഞ്ഞത്, അതുമല്ല എന്തിനു വേണ്ടിയിട്ടാണ് അയാൾ കൊന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല, അത് അയാളെ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടുള്ളൂ, ഇതുവരെയായിട്ട് അയാളെ പിടി കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ റീസെൻ്റായിട്ടാണ് അയാളാണ് എന്ന് മനസ്സിലാക്കിയത്. ഒരു വീഡിയോ ഫോണ് ഭൂമിയുടെ കയ്യിലുണ്ടായിരുന്നു, ഒരു ഫോണ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ആ ഫോണിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ നാടകം റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു വീടിൻ്റെ പിന്നിൽ നിന്ന് കയറി വന്ന ആ ഒരു കമാൽ എന്ന് പറയുന്ന ഗുണ്ടയാണെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ അംബികയുടെ തലക്കിടിച്ച് വീഴുമായിരുന്നു. അങ്ങനെ അമ്പ് ബോധരഹിതയായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്തിന് ചെന്ന് വാതിൽ തുറന്നപ്പോൾ അംബിക ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കത്തി വലിക്കണ രംഗമായിരുന്നു നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ പിന്നെ CCTV ദൃശ്യത്തിലും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പോഴാണ് ആ സമയത്ത് അവിടേക്ക് വന്നത് കമാലാണെന്ന് മനസ്സിലായത്. പിന്നെ കമാലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റെക്കോർഡ്സൊക്കെ നോക്കിയപ്പോൾ കമാൽ 10-35 വർഷങ്ങളായിട്ട് തല്ലും കൊലയുമായിട്ട് നടക്കുന്ന ഒരു ഗുണ്ടയാണെന്ന് മനസ്സിലായി. നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടത്ത് നിന്ന് കറങ്ങുന്നതായിട്ട് ചുറ്റുവട്ടത്ത് തന്നെ ഉള്ള ആളാണെന്ന് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അന്വേഷണത്തിലൂടെ പിന്നെ കമാലിനെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടിയാൽ ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള ആ ഒരു വലിയ ആലോചന എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് ഭവാനി വേഗം തന്നെ റൂമിലേക്ക് ഓടുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ കമാലിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ കമാലിനോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് പിടി വീഴും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് തന്നെ പോയിക്കോ, തന്നെ പിടിച്ചാൽ താൻ ഒരു കാരണവശാലും എൻ്റെ പേര് പറയല്ല, അതിന് എത്ര പണം വേണമെങ്കിലും ഞാൻ തനിക്ക് വാരി വിതറും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ കമാലിനോട് നാട് വിടാൻ പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് കമാലിനെ തിരഞ്ഞ് അന്വേഷിച്ച് നടക്കുന്നെങ്കിലും കമാലിനെ പിടികൂടാൻ അജയ്ക്കും കൂട്ടുകാർക്കും കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ ഭവാനി പറഞ്ഞത് പ്രകാരം കമാൽ ആ നാട് തന്നെ വിട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ അജയും കൂട്ടരും കൂടെ കമാലിനെ ഒരു വിധത്തിൽ കണ്ടുപിടിക്കാൻ കേട്ടോ. ഏത് സമയത്ത് ഭൂമിയും കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ ഭൂമിയും ചേർന്നിട്ടായിരിക്കും കമാലിനെ പിടികൂടുന്നത്. അങ്ങനെ കമാലിനെ എത്ര അടിച്ചിട്ടും എത്രയൊക്കെ ചെയ്തിട്ടും കമാൽ സത്യം പറയുന്നില്ല കേട്ടോ. അച്യുതനുമായിട്ട് പണമിടപാടുണ്ടായിരുന്നു, ആ പണം തിരികെ തന്നില്ല, അതിനുവേണ്ടി കൊന്നതാണ് എന്ന് മാത്രമായിരിക്കും കേട്ടോ പറയുന്നത്. അത് ഭൂമി ഒരിക്കലും വിശ്വസിക്കുന്നില്ലേ. ഭൂമി പറയുന്നുണ്ട്, ഇല്ല സർ, ഒരിക്കലും അങ്ങനെയല്ല, അച്ഛൻ ഇയാളുമായിട്ട് പണം വാങ്ങിച്ചിട്ട് പോലുമില്ല, അച്ഛൻ ഇയാളെ കണ്ടിട്ട് കൂടിയില്ല, ഇന്നേ വരെ അച്ഛനും ഇയാളും സംസാരിക്കുന്നതോ ഇയാളെക്കുറിച്ചുള്ള ഒരു കാര്യമോ അച്ഛൻ പറഞ്ഞിട്ടില്ല, അച്ഛനൊരു കാര്യം ഞങ്ങളോട് മറച്ചു വെക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അമ്മയോടും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കമാൽ എന്ന് പറയുന്ന ആളുമായിട്ട് പണമിടപാട് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല,
ഒരിക്കലും ഇല്ലയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം ആ പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കമാലിനോട് മാറിയും തിരിച്ചുമൊക്കെ ചോദിച്ചിട്ടും കമാൽ സത്യം വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അങ്ങനെ കമാലിനെ അടിച്ച് പരിവാക്കി വെച്ചിട്ടും കമാൽ വാ തുറന്നൊരക്ഷരം മിണ്ടുന്നില്ല. അച്യുതൻ്റെ ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ ഭവാനിയാണെന്നുള്ളൊരു കാര്യം പോലും നമ്മുടെ കമാൽ മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ അവസാനം പിന്നീട് കുറേ അച്യുതനെ നമ്മുടെ കമാലിനെ ഉപദ്രവിച്ച ശേഷം കമാലാണെങ്കിൽ ഭവാനിയാണ് ഇതിനെല്ലാം പിന്നിൽ, ഭവാനി പറഞ്ഞിട്ടാണ് അച്യുതനെ കൊന്നത് എന്ന ഒരു സത്യം പറയുകയാണ് കേട്ടോ. അത് ഭവാനി സ്വപ്നം കണ്ടുണരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഭവാനി സ്വപ്നത്തിൽ കാണുകയാണ് കമാൽ തന്നെ ചതിക്കുന്നതായിട്ട്, അതായത് പോലീസുകാരോട് സത്യം തുറന്നു പറയുന്നതായിട്ടും പിന്നെ നമ്മുടെ ഭവാനിനെ വിലങ്ങിട്ട് പോലീസ് അജയ് തന്നെ കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ടും ഭവാനി സ്വപ്നം കണ്ടുണരുകയാണ് കേട്ടോ. അങ്ങനെ ഭവാനി ആകെ പേടിച്ച് വിറയ്ക്കുകയാണ്. താൻ ഇത്രയും കാലം ചെയ്തു കൂട്ടിയതെല്ലാം എല്ലാവരും കണ്ടുപിടിക്കുമല്ലോ, എല്ലാവരും അറിയുമല്ലോ, പിന്നെ തനിക്കും തൻ്റെ മകൾക്കും ഈ വീട്ടിൽ ഒരു സ്ഥാനവും കാണില്ല, ഒരു 5 പൈസ പോലും ഇവിടെ നിന്ന് ലഭിക്കുകയുമില്ല, പിന്നെ പിച്ചയെടുത്ത് ജീവിക്കേ വഴിയുള്ളൂ, അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെടും, ഇത്രയും നാളും ഉണ്ടാക്കിയെടുത്ത എല്ലാ സൽപ്പേരും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തനിക്ക് ഒറ്റ നിമിഷത്തിൽ നഷ്ടമാകും, അതുകൊണ്ട് കമാലിനെ ഇനി ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ ഭവാനിയാണെങ്കിൽ കമാലിനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വലിയ കൊട്ടേഷൻ കമ്പനിക്ക് തന്നെ അത് കൊട്ടേഷൻ കൊടുക്കുകയാണ് കമാലിനെ കൊല്ലാൻ. അങ്ങനെ കോടതിയിലേക്ക് കമാലിനെ കൊണ്ടുപോകും വഴി ഭവാനി ഏർപ്പെടുത്തിയ ഗുണ്ടകൾ കമാലിനെ കൊല്ലുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു അച്യുതൻ്റെ മരണത്തിന് പിന്നിലുള്ള ആ ഒരു ഏക സാക്ഷി അല്ലെങ്കിൽ ഏക ആൾ മരണപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ കമാലിനെ തീർക്കുകയാണ് കേട്ടോ ഭവാനി. ഇതിലൂടെ തന്നെ തൻ്റെ ഏറ്റവും വെല്ലുവിളിയായിട്ടുള്ള ആ ഒരു ആൾ മരണപ്പെട്ടത് കൊണ്ട് തന്നെ ഇനി തനിക്കൊന്നും പേടിക്കാനില്ല എന്ന് കരുതി സന്തോഷിച്ച് നിൽക്കുകയായിരിക്കും കേട്ടോ ഭവാനി. ഇനി അടുത്ത ലക്ഷ്യം ഭൂമിയായിരിക്കും. ഭൂമിയും കൂടെ മരണപ്പെട്ടാൽ താൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കും, തനിക്ക് ഈ ഭൂമിയിലെല്ലാം നേടാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഭവാനി നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് കമാൽ മരണക്കിടക്കയിൽ വെച്ച് അജയോട് പറയുന്നുണ്ട് സാറിൻ്റെ വീട്ടിലാണ് എന്നൊരു കാര്യം മാത്രം നമ്മുടെ അജയോടല്ല ഭൂമിയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമിക്ക് മനസ്സിലാകുകയാണ്, അതായത് ഇതിനൊക്കെ പിന്നിലുള്ള ആ ഒരാൾ സാറിൻ്റെ വീട്ടിലുണ്ടെന്ന്, അതായത് അജയുടെ വീട്ടിലുള്ള ഒരാളാണെന്ന് ഭൂമിക്ക് മനസ്സിലാകാൻ കേട്ടോ. അതുപോലെ തന്നെ ഭൂമിയോട് പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ അച്യുതനല്ല എന്നും പറഞ്ഞിട്ടായിരിക്കും മരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഭൂമിയാണെങ്കിൽ അംബികേനെ, അതായത് അംബികേനെ ആ സമയത്ത് ഇറക്കിയിട്ടുണ്ടായിരിക്കും കേട്ടോ. കാരണം കൊലയാളി അതായത് അച്യുതൻ്റെ കൊലയാളി മരണപ്പെട്ടത് കൊണ്ട് തന്നെ ഈ കേസ് ക്ലോസ് ചെയ്യുകയാണ്, അംബിക തെറ്റുകാരി അല്ലാന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവസാനം അംബികയോട് ചോദിക്കുമ്പോൾ അംബിക സത്യം പറയുകയാണ് കേട്ടോ. കാരണം നമ്മുടെ ഭൂമി അറിഞ്ഞു കഴിഞ്ഞല്ലോ, അപ്പോൾ അച്യുതൻ്റെയും അംബികയുടെയും മകളല്ല എന്നുള്ള കാര്യം അംബിക പറയുകയാണ്, ഞങ്ങളുടെ മകളല്ല, പക്ഷേ നിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം ഇതുവരെയായിട്ടും അച്യുതേട്ടൻ എന്നോട് പറഞ്ഞില്ല, ആ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ എന്നെയും അറിയിക്കാം എന്നായിരുന്നു പറഞ്ഞത് എന്ന് പറയാനുണ്ടോ. ഇതൊക്കെ കേട്ടാകെ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അംബിക വന്നിട്ട് ഭൂമിയോട് പറയുന്നുണ്ട് എന്നെ വിട്ടിട്ട് മോള് പോകുമോ, മോളുടെ അച്ഛനെ തിരക്കി മോള് പോകുമോ എന്നിങ്ങനെ ചോദിച്ച് കരയുമ്പോൾ ഒരിക്കലും ഇല്ലമ്മേ, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛനും അമ്മയും അച്യുതനും അംബികയും മാത്രമായിരിക്കും. എനിക്ക് ഒരച്ഛനുണ്ടെങ്കിൽ എന്തെങ്കിലും ഈശ്വരൻ അതിനെ എനിക്ക് കാട്ടിത്തരുമെങ്കിൽ അത് കാട്ടിത്തരട്ടെ, ഞാനായിട്ട് തേടി പോകില്ല, എനിക്ക് ഒരച്ഛനും എൻ്റെ ഈ അമ്മയും മാത്രം മതി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അംബികയ്ക്കും ഒരുപാട് സന്തോഷമാകുകയാണ്. അപ്പോൾ അംബിക പറയുന്നുണ്ട് ഇപ്പോൾ അച്ചുവേട്ടനുണ്ടായിരുന്നെങ്കിൽ നീ പറഞ്ഞത് കേട്ട് ഒരുപാട് സന്തോഷിച്ചേനെ, എന്ത് പറഞ്ഞാലും മോളെ വല്ലാത്ത പ്രയാസം വല്ലാത്ത വേദനയാണ് ഇപ്പോൾ എനിക്ക്, ഞാൻ ഒറ്റപ്പെട്ട പോലെ തോന്നുകയാണെന്ന് പറയുമ്പോൾ ഭൂമി പറയുന്നുണ്ട് ഒരിക്കലും അമ്മ ഒറ്റപ്പെടുകയില്ല, അമ്മയ്ക്ക് കൂട്ടായിട്ടും കൂട്ടിനും ഞാനുണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ അച്ഛനും നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കേട്ടോ. പക്ഷേ രാത്രി ആകുമ്പോഴേക്കും ഭൂമിക്ക് വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവുകയാണ്. അതായത് ഭൂമിയുടെ മനസ്സ് നിറയെ ഈ സംഭവ വികാസങ്ങളെല്ലാം നടന്നതിന് പിന്നിൽ അജയുടെ വീട്ടിലുള്ള ഒരാളാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭൂമിക്ക് വല്ലാത്തൊരു പ്രയാസം, അത് കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിക്കും. കാരണം അച്ഛൻ്റെ യഥാർത്ഥ കൊലയാളി, അതുപോലെ തന്നെ ഭൂമിയുടെ തിരോധാനത്തിന്, അതായത് ഭൂമിയെ ചെറുപ്പത്തിൽ പിന്നെ അച്ഛന് ഏൽപ്പിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഭൂമിയാണെങ്കിൽ ആ ഒരു സത്യം തേടാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങാൻ കേട്ടോ. ആ ഒരു സമയത്തായിരിക്കും അജയ് ഭൂമിയോട് ഒരു എഗ്രിമെൻ്റ് വിവാഹത്തെക്കുറിച്ച് പറയുന്നത്. അത് സാധകമാക്കി, അതായത് ഭൂമി തീരുമാനിക്കുകയാണ് ഈ എഗ്രിമെൻ്റ് വിവാഹത്തോടു കൂടി ആ വീട്ടിലേക്ക് ചെന്ന് കയറിയാൽ ആ കമാലിന് പിന്നിലുള്ള ആ വലിയ വിഷ
വിഷശക്തിയെ തിരിച്ചറിയാൻ പറ്റും, ആ വിഷശക്തിയെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് സൗഭാഗ്യമംഗലത്തേക്ക് ചെന്നാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഭൂമി ആ വിവാഹത്തിന് സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ വിവാഹത്തിന് ശേഷം ഭൂമി ആ ഒരു അന്വേഷണത്തിന് പിന്നിൽ നടക്കുകയാണ്. അതായത് എത്രയും പെട്ടെന്ന് അങ്ങനെ ആ സത്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഭൂമി അജയുടെ ഭാര്യയായി സൗഭാഗ്യമംഗലത്തെത്തുകയാണ് കേട്ടോ. അങ്ങനെ ഈ സത്യത്തിന് പിന്നിൽ നടക്കുകയാണ് ഭൂമി. അങ്ങനെ അവസാനം ഇതിനെല്ലാം പിന്നിൽ ഭവാനിയാണെന്നുള്ള സത്യം മനസ്സിലാക്കുകയും ഭവാനീനെ ജയിലിലടയ്ക്കാൻ അജയ്ക്കൊപ്പം ഭൂമിയും പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ.